സ്ത്രീത്വത്തെ അപമാനിച്ച KM ഷാജഹാനെതിരെ കേസ്, അറസ്റ്റുണ്ടാകും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്ത സംഭവത്തിൽ KM ഷാജഹാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഷാജഹാൻ. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ നിലവിൽ വിവിധ യൂട്യൂബ് ചാനലുകൾ നടത്തി സാമൂഹിക വിമർശനങ്ങളും രാഷ്ട്രീയ വിശകലനങ്ങളും ചെയ്യുകയാണ് ഇയാൾ. UDF ഘടകകക്ഷിയായ കേരള പ്രവാസി അസോസിയേഷൻ സ്ഥാപക അധ്യക്ഷ അശ്വിനി നമ്പരമ്പത്താണ് പരാതിക്കാരി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 75, 14, 79, 356, IT ആക്ട് 67 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. UDF യോഗത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശനോടൊപ്പമുള്ള ചിത്രം അശ്വിനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഈ ചിത്രം ഉപയോഗിച്ചാണ് KM ഷാജഹാനും മറ്റുള്ളവരും അശ്ലീലപരമായി പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുപോലെ അശ്വിനിയെ ലക്ഷ്യം വെച്ച് അപമാനകരമായ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയും ഷാജഹാൻ ചെയ്തു. പരാതിക്കാരിയെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കുകയും രാഷ്ട്രീയപരമായി തകർക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഷാജഹാൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് നിയമിക്കപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവരെ വ്യക്തിപരമായി അപമാനിച്ച് KM ഷാജഹാൻ വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് UDFിലെ ഘടകകക്ഷിയായ കേരള പ്രവാസി അസോസിയേഷൻ നേതാവിനെയും പൊതുമധ്യത്തിൽ അപമാനിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ ചാനൽ ചർച്ചകളിലും സാമൂഹിക മാധ്യമങ്ങളിലും വിമർശിച്ച് രംഗത്ത് വന്ന് ശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ് KM ഷാജഹാൻ. പിണറായി വിരുദ്ധതയ്ക്ക് കൂടപിടിക്കാൻ കോൺഗ്രസ് നേതാക്കളെയും ഇയാൾ സമീപിക്കാറുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് സാമ്പത്തിക പിന്തുണ ലഭിക്കാതെ വന്നതോടെ അവർക്കെതിരെയും ഇയാൾ വീഡിയോ പ്രചരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നിലവിലെ കോൺഗ്രസ് നേതൃത്വം ഷാജഹാനെ അടുപ്പിച്ചിരുന്നില്ല. ഈ വ്യക്തിവൈരാഗ്യമാണ് ഈ നേതാക്കളെയും അവരുടെ സഹപ്രവർത്തകരെയും അപമാനിക്കുന്ന തരത്തിലേക്ക് ഷാജഹാനെ എത്തിച്ചതെന്നാണ് കരുതുന്നത്. VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തിരുന്ന ഷാജഹാനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പിണറായി ഇടപെട്ട് പുറത്താക്കുകയായിരുന്നു.